ആര്യ രാജേന്ദ്രനെ പ്രചാരണ രംഗത്തൊന്നും കാണാത്തതിനെ പ്രതിപക്ഷം വലിയ രീതിയിൽ വിമർശിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ അവിടെയുള്ള പരാജയത്തിന് പിന്നാലെ CPM-ൽ വലിയ പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. മേയർ ആര്യ രാജേന്ദ്രനെതിരെ മുൻ കൌൺസിലർ ഗായത്രി ബാബു ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ആര്യയുടെ പേര് പരാമർശിക്കാതെയാണ് വിമർശനം. പാർട്ടിയേക്കാൾ വലുതെന്ന ഭാവം തന്നെക്കാൾ താഴ്ന്നവരോട് പുച്ഛമാണെന്നും പോസ്റ്റിൽ സൂചിപ്പിക്കുന്നുണ്ട്. കരിയർ ബിൽഡിംഗിനുള്ള കോക്കസ് ആക്കി ഓഫീസിനെ മാറ്റി ഈ സമയം 4 ആളുകളെ നേരിൽ കണ്ടിരുന്നുവെങ്കിൽ ഇത്രയും തിരിച്ചടി ഉണ്ടാകില്ലായിരുന്നുവെന്നും ഗായത്രി ബാബുവിന്റെ FB പോസ്റ്റ്. വിവരങ്ങൾ വിജിൻ വായാന്തോട് നൽകും. വിജിൻ, CPM-ൽ വലിയ പൊട്ടിത്തെറിയിലേക്ക് പോവുകയാണോ? തിരുവനന്തപുരത്തെ പരാജയം ആര്യ രാജേന്ദ്രനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ആളുകൾ രംഗത്തെത്തുകയാണോ? സൈഫുദ്ദീൻ, ദിവ്യ, അതായത് കഴിഞ്ഞ കോർപ്പറേഷൻ ഭരണസമിതിയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായിരുന്നു ഗായത്രി ബാബു. നിലവിലുള്ള കൗൺസിലർ, ഇപ്പോൾ വഞ്ചൂരിൽ നിന്നും വിജയിച്ച വഞ്ചൂർ പി ബാബുവിൻ്റെ മകൾ കൂടിയാണ്. പാർട്ടി ഏരിയ സെക്രട്ടറിയാണ് വഞ്ചൂർ പി ബാബു. എന്തായാലും ഈ ഗായത്രി ബാബുവിൻ്റെ ഭാഗത്തു നിന്നാണ് നിലവിലിപ്പോൾ കടുത്ത വിമർശനം, ആര്യയുടെ പേര് പറയാതെ മേയർക്കെതിരെയുള്ള കടുത്ത വിമർശനം ഉയർത്തിയിരിക്കുന്നത്. അതായത് ഓഫീസിനെ ഒരു കോക്കസാക്കി മാറ്റുകയായിരുന്നു, തൻ്റെ കരിയർ ബിൽഡിങ്ങിലുള്ള കോക്കസാക്കി മാറ്റുകയായിരുന്നു ആര്യ എന്നുള്ളതാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പ്രധാനമായും പറയുന്നത്. അതിനകത്തിരിക്കുന്ന സമയത്ത് 4 ആളുകളെ, പുറത്തു വരുന്ന സാധാരണക്കാരായ 4 ആളുകളെ കണ്ടിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു തിരിച്ചടി ഉണ്ടാകില്ലായിരുന്നു എന്നും ആര്യ രാജേന്ദ്രനെതിരെ ഗായത്രി ബാബുവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. പാർട്ടിയേക്കാൾ വലുതെന്ന ഭാവവും ഒപ്പം തന്നെ തന്നേക്കാൾ താഴെയുള്ള, അധികാര സ്ഥാനത്തിൽ താഴെയുള്ളവരെ കാണുമ്പോൾ പുച്ഛവുമാണ് ആര്യയ്ക്ക് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. ഒപ്പം തന്നെ പാർട്ടിയേക്കാൾ വലുതെന്ന ഭാവവും തന്നേക്കാൾ താഴ്ന്നവരുടെ പുച്ഛവും, ഒപ്പം തന്നെ മുകളിലുള്ളവരെ, പാർട്ടിയിൽ മുകളിലുള്ളവരെ കാണുമ്പോൾ അമിതമായ ആദരവും കാണിക്കുന്ന ആ ശൈലി ആണ് ഇത്തരത്തിൽ തിരിച്ചടിക്ക് കാരണമെന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ആര്യയെ പ്രചാരണത്തിന് ഇറക്കിയില്ല എന്നുള്ള വിവാദങ്ങൾ, അത്തരം ഒരു ആരോപണം പ്രതിപക്ഷവും ഒപ്പം തന്നെ BJP-യും ഒക്കെ ആ ഘട്ടത്തിൽ ഉന്നയിച്ചിരുന്നു. അതിനെ ഒരു സ്ഥിരീകരിക്കുന്ന നിലയിൽ ഉള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് നിലവിലെ മുൻ കൗൺസിലറായിട്ടുള്ള ഗായത്രി ബാബുവിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. CPM-ൽ വലിയ തരത്തിലുള്ള വിമർശനങ്ങളും അസ്വാരസ്യവും തോൽവി ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് നിലവിൽ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ വി ശിവൻകുട്ടിയോ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ മറ്റ് പ്രതികരണങ്ങൾ ഇതുവരെയും നടത്തിയിട്ടില്ല. വലിയ തിരിച്ചടി, ഒരുപക്ഷെ LDF പ്രതീക്ഷിക്കാത്തതിനും അപ്പുറമുള്ള തിരിച്ചടിയാണ് കോർപ്പറേഷനിൽ സംഭവിച്ചിട്ടുള്ളത്. എന്താണ് എന്നുള്ള പരിശോധനയിലേക്കൊക്കെ LDF-ഉം CPM-ഉം ഒക്കെ കടക്കാനിരിക്കുന്നതിന് മുമ്പാണ് മുൻ കൗൺസിലറുടെ ഭാഗത്തുള്ള ഇത്തരത്തിലുള്ള വലിയ വിമർശനം ഉണ്ടാകുന്നത് എന്നുള്ളതും എടുത്തു കാണേണ്ടതാണ്. എന്തായാലും വരും മണിക്കൂറുകളിൽ, വരും ദിവസങ്ങളിൽ എന്തായിരിക്കും CPM-ലും LDF-ലും തിരുവനന്തപുരത്ത് സംഭവിക്കാൻ പോകുന്നത് എന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ് നിലവിൽ ഗായത്രി ബാബുവിൻ്റെ പോസ്റ്റിനെ കാണാൻ കഴിയുക. എന്തായാലും കടുത്ത വിമർശനം ആര്യക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നു. നേരത്തെ ഈ KSRTC ബസ് ഡ്രൈവറുമായി ഉണ്ടായ തർക്കവുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ തരത്തിലുള്ള വിവാദങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുകയും ഒപ്പം തന്നെ കൗൺസിലിൽ വലിയ പ്രതിഷേധവും ബഹളവും ഒക്കെ ഉണ്ടാകുന്ന ഘട്ടത്തിൽ മുതിർന്ന അംഗങ്ങളെ പോലും വലിയ രീതിയിൽ അവഹേളിക്കുന്നതിലേക്ക് ആര്യ മാറുന്നുള്ള പ്രതിപക്ഷ ആരോപണവും രീതിയിൽ ഉയർത്തിക്കൊണ്ടുവന്നതായിരുന്നു LDF ആര്യ രാജേന്ദ്രനെ. പക്ഷേ ആ തീരുമാനം ഒരു പിഴവായി പോയോ എന്ന തരത്തിൽ ക്യാമ്പയിന് മുമ്പ് വലിയ PR പ്രചാരണം മേയറുടെ കാര്യത്തിൽ ഉണ്ടായിരുന്നു. ലോകത്തിന് തന്നെ മാതൃക, അവർക്ക് അമേരിക്കയിൽ വെച്ച് അവാർഡ് ലഭിക്കുന്നു. ആ രീതിയിൽ വലിയ പ്രചാരണമൊക്കെ കണ്ടിരുന്നു.